ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രോക്കോളിയും മുട്ടയും ചേർത്ത് ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാമോളം വരുന്ന ഒരു ബ്രോക്കോളി ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് നമുക്കിതിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കാരണം ഇതിൽ ചെറിയ ചെറിയ കീടകളും പ്രാണികളൊക്കെ കാണും. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കാം. അതിനുശേഷം ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്നതായ 1 സ്പൂൺ മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റോളം നമുക്കിതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. സവാളയുടെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് കളറാകുന്ന വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു സെക്കൻഡോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതായ ബ്രോക്കോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറു തീയിലിട്ട് 3 മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അടുപ്പ് തുറന്ന് നമുക്ക് വീണ്ടും നല്ലതുപോലെ തിരിച്ചു മറിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് നല്ലതുപോലെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ട് നടുഭാഗത്ത് നമുക്ക് 2 മുട്ടയാണ് ഞാനിപ്പം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ പുറത്തേക്ക് 1 നുള്ളു ഉപ്പ് ഇങ്ങനെ വിതറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 10 സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രോക്കോളി എഗ് സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റുമായിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു മെഴുക്കുവരട്ടിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും നന്ദി.